ഓണക്കാലത്ത് നമ്മളെ പൂക്കളത്തിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചെടിയാണ് ചെണ്ടുമല്ലിപ്പൂവ് അല്ലെ. നമ്മൾ ബന്ദിപ്പൂരിലും അതുപോലെ വയനാട് മൈസൂർ ഭാഗത്തൊക്കെയാണ് ഇത് കൃഷി ചെയ്തിട്ട് അധികം കാണാറ്. നമ്മളെ കൃഷിഭവന്റെ ഗ്രൂപ്പിൽ വളരെ യാദൃശികമായിട്ടാണ് ഞാൻ ഇങ്ങനെ ചെണ്ടുമല്ലി കൃഷി ചെയ്തിട്ടുള്ള ഫോട്ടോസ് എല്ലാം കാണുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് അന്വേഷിച്ചു തരാം. നമ്മളെ സ്വന്തം നാട്ടുകാരനെ ചെറിയ രീതിയിൽ ചെയ്തിട്ടുള്ള ഒരു കൃഷിയാണെന്ന് അറിയാൻ സാധിച്ചു. അപ്പോൾ നമ്മൾ ആ ഒരു കൃഷി വിശേഷങ്ങളാണ് ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇവരെല്ലാവരും ആണ് കേട്ടോ ഈ ഒരു ചെറിയ കൃഷി ഇവിടെ ചെയ്തിട്ട് സക്സസ് ആയിട്ടുള്ളത്. ഇതുപോലത്തെ ഭയങ്കര കട്ടിയായിട്ടുള്ള മണ്ണായിരുന്നു ഇത്. ഇവരെന്നെ കിളച്ചിട്ട് ഇവരുടെ അധ്വാനത്തിന്റെ മുകളിലാണ് നമുക്ക് ഈ ഒരു റിസൾട്ട് കിട്ടിയിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഇവരോട് തന്നെ ഇതിന്റെ കൂടുതൽ വിശേഷങ്ങൾ ചോദിച്ചാലോ. ഇത് എവിടെയായിട്ടാണ് ഈ ഒരു സ്ഥലം സ്ഥിതി ചെയ്യുന്നത്? കരിയാട് കിടഞ്ഞ് റേഷൻ പീടിയൻ്റെ അടുത്തുനിന്ന് അംഗനവാടിൻ്റെ അടുത്താണ്, അംഗനവാടി പരിസരത്താണ് ഇത് തുടങ്ങിയത്. 23-ാം വാർഡാണ്. ഇവിടുത്തെ സ്ഥലത്തിൻ്റെ പേര് KK എന്നാണ് ഇവിടെ അറിയപ്പെടുന്നത്. ഇവിടെ തൊട്ട് തന്നെ അംഗനവാടിയുണ്ട്. അവിടെ നമ്മൾ കൃഷി ചെയ്തത്. വയലേനും പച്ചക്കറിയെല്ലാം ഉള്ളത്. വയലിൽ പൂവ് ഇട്ടുകൂടാത്തത് കൊണ്ട് നമ്മൾ ഇവിടെ ചെയ്തതാണ്. അപ്പോൾ ഇത് ഇവരുടെ ആദ്യത്തെ കൃഷിയല്ല കേട്ടോ. ഇവർ പച്ചക്കറിയൊക്കെ ഇഷ്ടംപോലെ കൃഷി ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ മഴക്കാലം ആയതുകൊണ്ട് അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ട് കാരണം ജസ്റ്റ് ഒന്ന് സ്റ്റോപ്പ് ചെയ്തതാണ്. തൈ എവിടെ നിന്നാണ് നിങ്ങൾ വാങ്ങിയത്? കൃഷി ഓഫീസിൽ. അവിടെ നിന്ന് അറിഞ്ഞതിന്റെ പ്രകാരം നിങ്ങൾ പോയിട്ട് അപ്ലൈ ചെയ്ത് ആദ്യമായോണ്ട് 100 തൈ വാങ്ങി. ഓക്കെ, ആദ്യത്തെ ഒരു പരീക്ഷണം ആയതുകൊണ്ട് തന്നെ ഇവര് 100 എണ്ണാണ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങിയിട്ടുള്ളത്. ഇതിന് അടിവളായിട്ട് നിങ്ങൾ എന്തെല്ലാം ചെയ്തിട്ടുള്ളത്? നമ്മള് കുമ്മായിട്ട് ഇത് കൊത്തി എത്രയോ ദിവസം കഴിഞ്ഞിട്ട് ഇങ്ങനത്തെ മണ്ണ് കിട്ടി. അവിടെ കൊത്തിനാകുന്നില്ല, കുറുങ്കല്ല. അത് നുറുക്കി നമ്മൾ കുമ്മായിട്ട് ഇങ്ങനെ തടാക്കിയെടുത്തു. എന്നിട്ട് കുറച്ച് ചാണകപ്പൊടി എന്നിട്ട് പിന്നെ ചെടി വാങ്ങിക്കൊണ്ടുവന്ന് ചെറിയ ചെടിയാക്കി തരുക. 2 ദിവസം നമ്മൾ വെച്ച് 3-ാമത്തെ ദിവസം നമ്മൾ ഒഴിച്ചിട്ട് അതിന് ശേഷം നമ്മൾ കുറച്ച് ചാണകപ്പൊടി, വേറെ വളമൊന്നും ഇട്ടില്ല. അപ്പോൾ വെള്ളമൊക്കെ നിങ്ങൾ എല്ലാവരും ഒരുമിച്ചാണോ നനയ്ക്കാറ്? എല്ലാവരും പൈപ്പൊന്നും ഇല്ല നമുക്ക്. നമ്മൾ അവിടുന്ന് കോരിയിട്ട് നിങ്ങൾ തന്നെ വന്നിട്ട് നനയ്ക്കുകയാണ് ചെയ്യുക. പക്ഷെ എപ്പോ 24 മണിക്കൂറിൽ തന്നെ ഉണ്ടാവും. ഇവിടെ തന്നെ ഉണ്ടാവും. ഇത് പൂവിടുന്നത് വരെ നിങ്ങൾ ഇവിടെ തന്നെ ഉണ്ടാവും. ഇതിന്റെ ഉദ്ഘാടനം നാളെയാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ എങ്ങനെയാണ് ഇത് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്? റേറ്റ് എല്ലാം നിങ്ങൾ അന്വേഷിച്ചോ? അന്വേഷിച്ചിട്ടില്ല. നാളെ ആൾക്കാർ ഇട്ടിട്ടുണ്ട്. ആൾക്കാരുടെ ആവശ്യപ്രകാരം നിങ്ങൾ കൊടുക്കുന്നത്. ഇതിൽ പൂവില്ലേനു, ഒരു ഇതേനുള്ളൂ. അപ്പൊ നമ്മൾ ആദ്യം വന്ന പൂവ് മുറിച്ച് ഇത് കട്ട് ചെയ്ത് പിന്നെ തേപ്പ് വന്നിട്ട് അതിന്റെ മുകളിലാണ് ആദ്യത്തെ അങ്ങ് നുള്ളിക്കളഞ്ഞു. നമുക്കെല്ലാം പറഞ്ഞു തരുമെല്ലാം കൃഷി ഓഫീസിലുള്ള എല്ലാത്തിനും നല്ല കൃഷി. ഇവിടുത്തെ കൃഷിഭവന് ഭയങ്കര ആക്റ്റീവാണ്. പേജ് ആയിക്കോട്ടെ, നമുക്ക് എല്ലാ ഡീറ്റെയിൽസും നമുക്ക് വാട്സപ്പിൽ മെസ്സേജ് ആയിട്ട് വരും. നല്ല സഹകരണം. അത് ഞാൻ ഇവിടെ വന്നേരം നമ്മളെ നാട്ടിലൊന്നും ഇല്ലാത്തൊരു കാര്യമാണ്. ഒരൊറ്റ തൈന്റെ മുകളിൽ തന്നെ 15 മുതൽ 20 അല്ലെങ്കിൽ അതിലും കൂടുതൽ പൂക്കൾ ഉണ്ട് കേട്ടോ. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. ഞാൻ അതാണ് ഇങ്ങനെ എണ്ണിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഒരു പൂവിനൊക്കെ തന്നെ നല്ല വലുപ്പമുണ്ട്. അത്യാവശ്യം വലിയ പൂക്കളാണ് ഉണ്ടായിട്ടുള്ളത്. ഒത്തിരി വീഡിയോസിൽ നമ്മൾ ഇങ്ങനെ ചെണ്ടുമല്ലി കൃഷി ചെയ്തത് കണ്ടിട്ടുണ്ടെങ്കിലും ഇത്രയും വലിയൊരു പൂക്കൾ ഞാൻ ആദ്യമായിട്ട് കാണാണ് കേട്ടോ. പരീക്ഷണാടിസ്ഥാനത്തിൽ ചെയ്തതാണെങ്കിലും ഒട്ടും പ്രതീക്ഷിക്കാതെ തങ്ങളുടെ കൃഷി ഒരു വൻ സക്സസ് ആയതിന്റെ സന്തോഷത്തിലും കൂടിയാണ് ഇവരെല്ലാവരും. അപ്പോൾ ഇവരുടെ പൂക്കളും ഇത്തവണത്തെ ഓണവിപണിയിലേക്ക് ഉണ്ട് കേട്ടോ.
കണ്ണിന് കുളിർമയേകുന്ന ഒത്തിരി കാഴ്ചകളായിട്ട് നമ്മൾ ഇനിയും വരുന്നതാണ്. എപ്പോഴും പറയും പോലെ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക, വീഡിയോസ് ഒക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്തെടുക്കുക. അടുത്തൊരു വീഡിയോ ഇട്ട് വരുന്നവരെ ബൈ.